ശുശ്രൂഷകൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും നിനക്ക് യോഗ്യമാകുന്നു. ദൈവമായ കർത്താവേ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന നിന്റെ മഹനീയ പ്രത്യക്ഷതയുടെ ആദ്യ ദിവസത്തിൽ നിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നിന്റെ ഈ ദാസനോട് നിനക്ക് സഹതാപം തോന്നണമേ. മാമോദീസാൽ മുദ്രയിടപ്പെട്ടവരും ജീവനുള്ള നിന്റെ തിരുശരീരങ്ങൾ അനുഭവിച്ചിട്ടുള്ളവരും നിന്നുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കിലേക്ക് യാത്രയായിരിക്കുന്നവരുമായ ഈ ദാസനിൽ നിനക്ക് കനിവ് തോന്നണമേ. പ്രീതിയോടി മകന്റെ ആത്മാവിനെ സ്വീകരിക്കണമേ. ദുഷ്ടാത്മാക്കളുടെ സ്ഥാനത്തിൽ നിന്ന് കാത്തു നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഈ മകനെ സംരക്ഷിച്ചു കൊള്ളണമേ. കർത്താവിന്റെ ശ്രീമായ ഉപേക്ഷണികോപകടപൂർണവുമായി ജീവിതത്തിൽ അവശേഷിച്ചിരിക്കുന്ന പാപികളും നിന്റെ ദാസരുമായ ഞങ്ങൾ നിനക്ക് പ്രീതികരമായ എന്തിനാ യോഗ്യരാക്കണമേ. ഞങ്ങളെയും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യനാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും വന്ന് നിനക്ക് യോഗ്യമായ ഞങ്ങളെയും ഒരുക്കിക്കൊള്ളണമേ. പിതാവിനോടും പരിശുദ്ധാത്മാവോടൊപ്പ് രക്ഷയും പരിത്രാണവും നിർവഹിക്കുന്നവൻ നീ ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കിപ്പോഴും എല്ലാ സമയത്തും വന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സംസർഗം വിട്ടേനേക്കും एक सेकंड बुजुर्ग अगर अड़ी थैंक यू എക്യുമെനിക്കൽ സഭകൾ ഇതിനുശേഷം ആരെങ്കിലും ഉണ്ടെങ്കിൽ കുടുംബാംഗങ്ങളോ ബന്ധുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട്ട് ഫോട്ടോയ്ക്ക് വേണ്ടി മുമ്പോട്ട് വരണം. സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ഗ്രൂപ്പായിട്ട് അങ്കിളിന്റെ പ്രദർശനത്തോടൊപ്പം ഫോട്ടോ എടുക്കാവുന്ന ഏറ്റവും അവസാനത്തെ സമയങ്ങളാണ്. സജി സജി
शिबू आकर एक मिनट जल्दी आ जाए तो पास जय जी सर जी, हम लोग जरा आगे आ जाना। അങ്കിളിനോടുള്ള ആദരവ് അറിയിച്ചുകൊണ്ട് ഇപ്പോഴ് മൃതശരീരത്തിൽ സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൽ നിന്നുള്ള വിവിധ പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ടവര് പുഷ്പചക്രം സമർപ്പിക്കുന്നതാണ്. സെന്റ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയം സെന്റ് ജൂഡ് പ്രാർത്ഥനാ കൂട്ടായ്മ മിസ്സസ് മേരിക്കുട്ടി ജോർജിനെ പുഷ്പചക്രം അർപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. മിസ്സസ് മേരിക്കുട്ടി ജോർജ് സെന്റ് ജൂഡ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇപ്പോഴ പുഷ്പചക്രം സമർപ്പിക്കുന്നു. സെന്റ് തോമസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മിസ്റ്റർ ടി എ വർഗീസിനെ പുഷ്പചക്രം സമർപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. ശ്രീ ടി എ വർഗീസ് സെന്റ് തോമസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഇപ്പോഴ മൃതശരീരത്തില് പുഷ്പചക്രം സമർപ്പിക്കുന്നു. അതിനുശേഷം സെന്റ് ആന്റണീസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മിസ്റ്റർ കെ പി യോഹന്നാൻ ഇപ്പോഴ് സെന്റ് ആന്റണീസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പുഷ്പചക്രം സമർപ്പിക്കുന്നു. സെന്റ് മേരീസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രീ ബി ജോർജ് കുട്ടിയെ പുഷ്പചക്രം സമർപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. സെന്റ് മേരീസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രീ ബി ജോർജ് കുട്ടി. സെന്റ് പോൾസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മിസ്റ്റർ മാത്യു ജോർജ്. സെന്റ് പോൾസ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രീ മാത്യു ജോർജിനെ പൊതുശരീരത്തില് ചക്രം സമർപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു. സെന്റ് ജോർജ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മിസസ് ഷൈലി സ്റ്റീഫൻസൺ. സെന്റ് ജോർജ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി മിസ്റ്റർ സാലി സ്റ്റീഫൻസൺ. സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രീ എം എം ചാണ്ടി ഇപ്പോഴ് പുഷ്പചക്രം സമർപ്പിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സെന്റ് ജോസഫ് പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി ശ്രീ എം എം ചാണ്ടി. ദേവാലയത്തിലെ പിതൃവേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ ജോൺസൺ എം ഡി. മിസ്റ്റർ ജോൺസൺ മാടപ്പള്ളിൽ ഇപ്പോഴ് ദേവാലയത്തിലെ പിതൃവേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പുഷ്പചക്രം സമർപ്പിക്കുന്നു. മാതൃവേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസസ് ഏലിയാമ്മ സി ജോൺ. മിസ് ഏലിയാമ്മ സി ജോൺ ദേവാലയത്തിലെ മാതൃവേദിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇപ്പോഴ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഷാരോൺ ഇപ്പോഴ് സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേവാലയത്തിലെ യുവജന സംഘടനയായ MCYM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് മിസ്റ്റർ മനു ജോൺ ദേവാലയത്തിലെ യുവജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് MCYM-ന് വേണ്ടി ഇപ്പോഴ് പുഷ്പചക്രം സമർപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ഇപ്പോഴതിന് അവസരമുണ്ടായിരിക്കും. ജോൺ ചെറിയാനങ്ങൾ ഇപ്പോഴ് ആദരവ് അറിയിച്ചുകൊണ്ട് ശരീരത്തിൽ ശോശപ്പ് സമർപ്പിക്കുന്നു. അതിനുശേഷം മിസ്റ്റർ ജോസഫ് മാത്യു ആദരാഞ്ജലികൾ സ്നേഹവും അറിയിച്ചുകൊണ്ട് മൃതശരീരത്തിൽ ശോശപ്പ് സമർപ്പിക്കുന്നു. മറ്റാർക്കെങ്കിലും പൊതുവായിട്ട് പുഷ്പങ്ങളോ ശോശപ്പയോ സമർപ്പിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള സമയമാണ്. നമുക്ക് ഭവനത്തിൽ വെച്ചുള്ള ഏറ്റവും അവസാനത്തെ പ്രാർത്ഥനകൾ നടത്താം. മൂന്നാമത്തെ ശുശ്രൂഷയാണ് ഇപ്പോഴും നടത്തുന്നത്. നാലാമത്തെ ശുശ്രൂഷ ദേവാലയത്തിൽ മൂന്നാമത്തെ ശുശ്രൂഷയുടെ അവസാനം ശരീരം നമ്മൾ ദേവാലയത്തിൽ സംഭവിക്കും. പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള മുഖപ്രസന്നതയ്ക്കും ഈ മകനെ നീ അർഹനാക്കുകയും ചെയ്യണവേ. ബഹുതിക്തം താൻ പോകാൻ വരിക വിളിക്കുന്നു നിന്നെ ഉടയോനിധി ആത്മാവോടാ ദൂതൻ ചൊന്നേടും
നേരം ക്രൂരം ഭ്രമജനകം കഠിനം ആത്മാവപ്പോൾ കണ്ണീർവാ തോടും തരുവോടായി ഉദ്ധാനത്തിൻ നാളോളം പാർത്താലും ശാന്തിയിൽ ഹല്ലേലൂയ യോ ഹല്ലേലൂയ बार 5-5 मिनट के लिए बंद हो गया, अभी भी बंद चालू हो गया अभी। क्यों बंद हो रहे थे? इसमें थोड़ा डिस्काउंट मजाक मत करा करो ना, समझा रहे एक ही बार में अगर काम करना है तो कह देते कर लेने को पता चले टाइम पर वो नहीं होता। പ്രിയപ്പെട്ട എം തോമസിന് അന്തിമ ഉപചാരം അർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് മൃതശരീരത്തിന് അടുത്തേക്ക് വന്ന് അതിനുള്ള അവസരം ഉപയോഗിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പാദത്തിൻ്റെ ഭാഗത്തു നിന്ന് മുമ്പോട്ട് വന്ന് മൃതശരീരം ദർശിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആത്മാവിനെ വിവരങ്ങളിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. चालू हो गया, चालू हो गया। रिफ्रेश करने के लिए बोलो पेज, पेज रिफ्रेश ही दबाएं। മരണം രുചിച്ചോ തിരുസന്നിധിയിൽ ചെയ്ത പിഴയ്ക്കെല്ലാം ക്ഷമ നൽകേണം. മക്കളപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. വയലിൽ പോ ചെടി പോലെ
ഇന്റർനെറ്റ് സ്പീഡ് കുറവാണ്. ശരിയാണ്. താലേനും കൃപയിൽ മരണമടഞ്ഞൊരു ഇന്നും വെറുതെ രാജാ പോയി എന്റെ വണ്ടി ശരീരം എന്നും അവൻ ജീവിട്ട് മരിച്ചതു ഞാൻ എന്നും കേട്ട തന്നരുടേന്ന മഹത്വം കള്ളനു കിട്ടിയ നിന്റെ വരം തൃത്വത്തെ സ്തുതി ചെയ്താരാ പ്രതരും കൈക്കൊണ്ടേടേണം. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. ശരീരം ഇപ്പോഴ് ദേവാലയത്തിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അന്ത്യചുമനം നൽകി നിങ്ങളുടെ യാത്രയാക്കുന്നതോടുകൂടി സംവഹിക്കുകയാണ്. ഇവിടെ കടന്നു വന്നതുപോലെ ദേവാലയത്തിലും സെമിത്തേരിയിലുള്ള ശുശ്രൂഷയിലും നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്ന് സ്നേഹത്തോടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഭവനത്തിൽ നിന്നും ദേവാലയത്തിലേക്ക് പോകുവാനായിട്ട് യാത്രാ സൗകര്യം, ബസ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട്. സ്വന്തമായിട്ട് വാഹനങ്ങളില്ലാത്തവർ ആ സൗകര്യം ഉപയോഗിക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. തിരിച്ച് ബസ് ഇവിടെ ഭവനത്തിൽ കൊണ്ടുവന്ന് നിങ്ങളെ വിടുന്നതായിരിക്കും. അതുകൊണ്ട് ആരെങ്കിലും വാഹനം ഉണ്ടെങ്കിലും ബസ്സിൻ്റെ സൗകര്യം ഉപയോഗിച്ചാൽ തിരിച്ച് ഇവിടെ എത്താവുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. അങ്കിള് കഷ്ടപ്പെട്ട് പണിത ഈ ഭവനത്തെയും തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെയും ഉപേക്ഷിച്ചിട്ട് തനിക്ക് നിത്യസമ്മാനം ദൈവം ഒരുക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാവുകയാണ്. നമുക്ക് അങ്കിളിനെ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം ഈ യാത്രയപ്പ് നൽകാം. സമാപന ആശീർവാദത്തിന് വേണ്ടി നമുക്ക് തല കുനിക്കാം. ആകാശവും ഭൂമിയും കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പറക്കുമ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗാവാസവും നമ്മളെല്ലാവരും നമ്മൾ ദൈവസ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന പരേതദാസന്റെ ആത്മാവോടും ഈ കുടുംബാംഗങ്ങളോടും കൂട്ടായ്മയോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ ഏറ്റവും അടുത്തവര് അന്ത്യചുംബനം നൽകി അങ്കിളിനെ യാത്രയാകും. കുരിശും തിരിയുമൊക്കെ ആംബുലൻസിലേക്ക് എടുക്കാവുന്നതാണ്. പ്രാർത്ഥനയിൽ സതതം എന്നെ ഓർപ്പിൻ, എന്നെ മറന്നിടാൻ ഇടയാകരുതേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ബാരക്കുമോ മൃദയാൽ നിന്ദാസൻ വേർപെട്ടതിനാൽ രക്ഷകനെ ഞങ്ങൾ വ്യഥയിൽ മുഴുകി. പരിശുദ്ധന്മാരോ ഇവരേതൻ പറുദീസിൽ
പന്തി കേട്ടിടണം. കൊണ്ടുപോകണം. സന്തോഷസ്ഥാനം പ്രഭതൻ അറയിൽ സിദ്ധരുമായി പാർക്ക ഇടയാകരുതേ. താൽക്കാലിക ജീവിതത്തിൽ നിന്ന് മോചനം തേടി വ്യർത്ഥ ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവിന് നിന്റെ മാലാഖമാരാൽ നയിക്കപ്പെട്ട പുനരുദ്ധാന പ്രത്യാശി ആശ്വാസവും സന്തോഷവും നിറഞ്ഞ സ്ഥലങ്ങളിൽ വസിക്കുമാറാകണമേ. പിതാവും പരിശുദ്ധാത്മാവും ഈ ആത്മാവും പ്രസന്നതയോടുകൂടി അവിടെ നിന്ന് എതിരേൽക്കുവാനിടയാകണമേ. വിസ്മൃതനായ മൃതനെ പോലെ ഹല്ലേലൂയ പാഴ്പാത്രം പോലെയുമായി ആളുകളേറ്റമെനിക്കെതിരായി ഹല്ലേലൂയ ആലോചിക്കുന്നത് കേട്ടേ. എന്നാത്മമെടുക്കാൻ അവർത്തു ഹല്ലേലൂയ ഞാനോ ശരണം പ്രാപിച്ചങ്ങേ. ചങ്ങേനാഥാനിയാണ് ദൈവം ഹല്ലേലൂയ നിൻ കയ്യിൽ തന്നെ കാലങ്ങൾ പാർക്കുമോ. ഉത്തമനെ കരുണാപൂർണ ഭക്തര വിധി ചെയ്തിടരുതേ. ജീവിതത്തിനു മുൻപിൽ കുറ്റം തീർന്നോരില്ലല്ലോ. നാഥാകൃപയാണവരെ നീ ജീവിപ്പിക്കുധാനത്താൽ വാഴ്ത്തുന്നിത നിന്നെ ഞങ്ങൾ. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം കരുണയും യാചിക്കണം. സ്തോത്രം മഹിമയും വാഴ്ചയും അനുഭവകാത്ത നല്ലോണതയും ഇടപെടാതെ അർപ്പിക്കുവാനിടണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മാതാവും നിർമ്മിക്കപ്പെട്ടവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടങ്ങിയവരുടെ പുറർച്ചയും ദുഃഖിതരുടെ ആശ്വാസവും വിശ്വസിച്ചിരിക്കുന്നവരുടെ സന്തോഷവും പീഡിതരുടെ ധൈര്യവുമായിരിക്കുന്ന സ്തുതിയും തന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷ ഞങ്ങൾ നിർവഹിക്കുന്ന ഈ സമയത്തും ഞങ്ങളെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. സത്യവും വളരെ ഉള്ളവനും സനാതന തേജസ്സും ജീവനും മരണമില്ലായ്മയോടുമായ കർത്താവേ, നീ സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നവനുമാകുന്നു. നീ അത്യുഗ്രനും ആധിപത്യത്തിൽ പ്രതാപശാലിയും അതേസമയം ദീർഘക്ഷമയുള്ളവരും കാരുണ്യവാനും അത്രേ. നിന്റെ ദൃഷ്ടിയിൽ നടന്നിരിക്കുന്ന രഹസ്യങ്ങളില്ല. അഗാധ ചിന്തകളും ഹൃദയ നിരൂപണങ്ങളും നിന്റെ മുമ്പാകെ പരസ്യവും നഗ്നവും അത്രേ. നിന്റെ നിശ്ചയങ്ങളുള്ള വിമയങ്ങളും ബാധകങ്ങളും ദുഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ക്കുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായി നിന്റെ വാത്സല്യപുത്രനായ യേശുമിശിഹായെ ലോകത്തിലേക്ക് അയച്ചുകൊണ്ട് താല്പര്യമുള്ള എല്ലാവരോടും നീ ജീവനും മരണമില്ലായ്മയും അറിയിച്ചു. നിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ക്ലേശപൂർണമായ ലോകത്തിൽ നിന്ന് ഉത്കൃഷ്ടവും അനശ്വരവുമായ പരലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. നിന്റെ മനുഷ്യപ്രീതിയാൽ ഈ മകന്റെ പാപങ്ങൾ പരിപൂർണമായി പരിഹരിക്കണമേ. മറ്റു തെറ്റുകളെ നിന്റെ ദയയാൽ പരിപൂർണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഈ മകന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ.
കൃപാപൂർണമായ വലതുകരം ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്നും ഈ മകനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണാഗ്രഹങ്ങൾക്ക് തക്കതുപോലെ ഇവനെ നീ വിധിക്കുന്നതേ. തിരുസന്നിധിയിൽ എല്ലാവരും കുറ്റക്കാരാണല്ലോ. ഞങ്ങളുടെ സ്വഭാവത്തിന്റെ ദൗർബല്യത്തെ നീ നിർമ്മാർക്കണമേ. ഞങ്ങളുടെ മേൽ ഉച്ചരിക്കപ്പെട്ട നിന്റെ വിശുദ്ധ നാമവും നിന്റെ മഹാകരുണയും ഞങ്ങളിലും ഈ മകളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവന്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ച ജയമുള്ള സ്ലീബാ ഇവന്റെ വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സ്തംഭമായി തീരണമേ. കർത്താവേ, നിന്റെ അപേക്ഷകളുടെ പ്രത്യാശ ഞങ്ങൾക്ക് മുമ്പായി നിന്റെ അടുക്കിലേക്ക് യാത്രയായവരും ശ്രേഷ്ഠവും മഹനീയവും അവന്റെ പ്രത്യക്ഷത്തെ പ്രതീക്ഷിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ പിതാക്കന്മാർക്കും സഹോദരങ്ങൾക്കും ഗുരുക്കന്മാർക്കും വിശുദ്ധരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിച്ചിരിക്കുന്നവരുമായ ഞങ്ങളെയും മാറ്റമില്ലാത്ത നിന്റെ രാജ്യത്തിൽ നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റൂഹായും സ്തുതിച്ചു പുകഴ്ത്തുവാൻ യോഗ്യരാകണമേ. മോറൻ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും നാം പ്രാപിക്കുമാറാകട്ടെ. പ്രതികൊണ്ടൊഴുകിയ ലാസറിനെ കബറിൽ നിന്നും ദൈവതനോജൻ യോശാഫാത്തിൻ താഴ്വരയിൽ രാജവിരിക്കും തലമുറകൾ അടയും വിധിയേൽക്കാൻ നാവാൽ കൃപ ചെയ്യണമെന്നിൽ. കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ ഞങ്ങൾ ശരണം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം നിനക്ക് സമർപ്പിക്കുന്നു. നിന്റെ കൽപ്പന പ്രകാരം ഈ ലോകവാസം ഈ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇവൻ വിശ്വാസികളുടെ ബലമേറിയ ഇവിടെയിൽ നിന്നും അദൃശ്യവുമായ മണ്ഡലവാസികളുമായ വഞ്ചകരുടെ കൂട്ടത്തിൽ നിന്നും രക്ഷിക്കുമാറാകണമേ. വചനത്താൽ മൃതരെ ഉയർപ്പിപ്പോൻ തൻ കൽപ്പന പാലിപ്പോർക്കായി തേജോ വസനം നൽകിയിടും. അവനെ രാജ്യത്തെതിരേൽപ്പാൻ അവർ മേഘങ്ങളിലേറി വരും. മധുരസ്വരത്തിൽ താൻ ചൊല്ലും വന്നേറി പ്രാപിച്ചിടുവിൻ. കൽപ്പന കാത്തോർക്കായി മുന്നം താതൻ കരുതിയതാം രാജ്യം. നിന്നും മുദ്രകരിച്ചോർ കൈകൾ നല്ലതുണ്ടായിടും. മൃഗതൻ ലോകേ ധീരതയും പ്രത്യാശയതും പ്രാപിക്കും. ഉയരോടെഴുന്നേൽക്കും നിങ്ങൾ പീഡേതും തീണ്ടിടാതെ കല്ലറ വിട്ട പരദിസപോകും വാസരമാസന്നം. വർഷിക്കട്ടെ താതൻ താൻ ബാബേൽ തീച്ചുളയിൽ ബാലകരിൽ തൂകിയതായിടുന്നൽ ജീവൻ പാകനീരാം. മൃതലോകേയാകുലമേറും ഭവനങ്ങളിമേവുന്നോരിൽ നിൻ ശരണത്തിൽ നേദ്രേതരാം ദാസൻ മാതൻ പിഴപോക്കി നൽകിയിടുക നീ അവകാശം ശാശ്വത സുസ്ഥിര രാജ്യത്തിൽ. നിൻ ശരണേ മൃതരാം ദാസൻ ഉദ്ധാനം നവ്യതയേകട്ടെ. ശരമദിനം പാർക്കാൻ പരിദേവന ദിവസം നെടുവീർപ്പിൻ ദിവസം ദിക്തദിനം ദേവാ നൽകണമാശ്വാസം. മരണത്തിൻ കാസാതുകരണമെല്ലാരും യൗവനമ
മതിലായാൽ കഠിനതരം ദേവാ നൽകണമാശ്വാസം. നിഖിലം പാഴാകും മൃതിമുന്നറിരഞ്ഞേ നിവരിച്ചിന്നിവനിൽ നിന്നുദ്ധാനമിവൻ ഏകണമാശ്വാസം. സഹജൻ രക്ഷിക്കാം സ്നേഹിതനുതകീടാ നിബിയേവം ചൊന്ന വാക്യം നിറവേറി തുണ ചെയ്യുന്നാഥ. മൃതരാമുറ്റോർക്കായി കഷ്ടതയേൽക്കാനും മൃതിയാം നാശകമേ ചൊല്ലിക്കരയാനും ബാധ്യതയുണ്ടേവരും. എല്ലാവരിൽ നിന്നും സ്തുതിതേ സകലേശ മൃതനുയർപ്പൂണ്ടിടും സ്വർഗം നേടിയിടും സ്തോത്രം പാടിയിടും. ഹല്ലേലൂയ ഹല്ലേലൂയ. നിൻമുഖശോഭ ഇവനുദിപ്പിക്കേണം. കാരുണ്യാധിക്യം രക്ഷയുമേകണമേ. ഹല്ലേലൂയ. പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനുണ്ടായിരിക്കട്ടെ. ജീവിക്കുന്ന വചനവാൻ കർത്താവേ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷിതാവായ യേശുവിന് സ്തുതികളും നമ്മുടെ നാമവും അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. മറിയത്തിൽ നിന്ന് ശരീരമെടുത്തവരും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോക വാസകാലത്ത് ഇപ്രകാരം അരുളി ചെയ്തു. അങ്ങനെ യേശു ഇപ്രകാരം അരുളി ചെയ്തു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ചൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. എന്നാൽ പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവനെ കാണിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇവയേക്കാൾ വലിയ പ്രവർത്തികളും അവിടുന്ന് അവരെ കാണിക്കും. പിതാവ് മരിച്ചവരെ എഴുന്നേൽപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും താൻ നിശ്ചയിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവൻ അവൻ പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രതിദിനം അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളത് പോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ അവൻ വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരം അവൻ നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്നാൽ കല്ലറകളിലുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന ആ സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തു വരുമെന്ന് താൻ അരുളി ചെയ്തു. പറയുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവർക്കും അല്പസമയം പഠിക്കും. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും എന്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട എം തോമസിലെ
ശവസംസ്കാര ശുശ്രൂഷയിലാണ് നാം സമർപ്പിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടായ്മയിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒരു പ്രിയപ്പെട്ട മകൻ കടന്നു പോയിരിക്കുന്നു. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരുടെ മരണം അത് നമ്മെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ ആവാത്ത ഒന്നാണ്. പ്രിയപ്പെട്ട ആന്റിയെ സംബന്ധിച്ചിടത്തോളം മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വേദനാജനകമാണ്. ആന്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ സ്വർഗത്തിൽ ദൈവത്തിന്റെ മുഖാമുഖം കണ്ടുകൊണ്ട് അസ്വർഗീയ ഭാഗ്യത്തിലായിരിക്കുവാനുള്ള വലിയ കൃപ ലഭിച്ച ദിവസം ഒരു പക്ഷേ അങ്കിൾ ആനന്ദിക്കുന്നുണ്ടാവാം. നാം ഈ ഭാഗ്യത്തിലേക്ക് കടന്നു വരണം എന്ന് അങ്കിൾ ഒരു പക്ഷേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാവാം. പ്രിയമുള്ളവരെ, കേരളത്തില് മല്ലപ്പള്ളിയിൽ മടത്തിക്കുന്നൽ കുടുംബത്തിൽ ജനിച്ചു. എന്നാൽ കേരളം തന്റെ കർമ്മഭൂമിയാക്കാതെ മധ്യപ്രദേശിന്റെ ഈ തലസ്ഥാനത്തേക്ക് ഭോപ്പാലിലേക്ക് കടന്നുകൊണ്ട് തന്റെ പ്രവർത്തനം കാഴ്ചവെച്ച് കടന്നു പോകുവാനുള്ള ഒരു ഭാഗ്യമാണ് അങ്ങനെ ലഭിച്ചത്. ഒരുപക്ഷെ കേരളം ഉപേക്ഷിച്ച് ഭോപ്പാലിലേക്ക് വന്നപ്പോൾ പല പ്രതീക്ഷകളുണ്ടായിരിക്കാം, പല കണക്കൂട്ടലുകളിലും ഒക്കെയും താൻ മനഞ്ഞിട്ടുണ്ടാവാം. ഇന്ന് കടന്നു പോകുമ്പോൾ അതൊക്കെ നിവൃത്തിയാക്കിയോ ഇല്ലയോ എന്നുള്ളത് അങ്കിളിന് മാത്രം അറിയാം. അങ്കിളിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്നവർക്കും അതിനുള്ള യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഒരാഗ്രഹവും അവശേഷിക്കാതെ കടന്നുപോയ ഒരു വ്യക്തിത്വം എന്ന എനിക്ക് വികാരി നിലയിൽ അങ്കിളിനെ കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. കാരണം മറ്റൊന്നുമല്ല, മരണത്തെ മുഖാമുഖം അനവധി തവണ കണ്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അങ്കിളിൻ്റെത്. എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പലതവണ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കൃത്യം 3 തവണ ഞാൻ അങ്കിളിന് അന്ത്യകുദാശ നൽകിയിട്ടുണ്ട്. വികാരിയായി 8 വർഷത്തിനിടയിൽ അങ്കിളിന് അസുഖം കൂടി ആശുപത്രിയിലാകും. ഡോക്ടർമാരൊക്കെ പറയും, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു. ഉടനെ ജോസഫ് ഫോൺ ചെയ്യും, അച്ഛാ അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഓടി ഇവിടെ എത്തും. 3 തവണ അന്ത്യകുദാശ നൽകി. അങ്കിള് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ കൈ എപ്പോഴൊക്കെ അങ്കിളുടെ തലയിൽ തൊട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു പുനർജീവനം ലഭിക്കുന്നത് പോലെയാണ് അച്ഛാ. അത് യാഥാർത്ഥ്യവുമായിരുന്നു. ഒരിക്കല് ഞാൻ ഓർക്കുകയായിരുന്നു, അങ്കിളിന്റെ ബ്ലഡ് ഗ്രൂപ്പ് റെയർ സ്പീഷീസ് ആണ്, O-നെഗറ്റീവ്. അത് കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടുമാണ്, അധികം പേർക്ക് ഇല്ലാത്തതുകൊണ്ട്. അങ്കിൾ എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും അങ്കിളും ഒരേ ബ്ലഡ് ഗ്രൂപ്പാണ്, O-നെഗറ്റീവ്. ഒരിക്കല് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയി അങ്കിളിന് ബ്ലഡ് വേണം എന്ന് പറഞ്ഞു. ജോസ് എങ്ങനെ ബ്ലഡ് കൊടുക്കാനായിട്ട് ഒത്തിരി പേരെ പരിചയപ്പെട്ട് ആരെയും കിട്ടുന്നില്ല. അവസാനം കിട്ടിയ ഒരാളെ അങ്കിളിന്റെ വികാരിച്ചിനെ, എന്നെ തന്നെ. ബ്ലഡ് കൊടുക്കാനായിട്ട് ഞാൻ ആശുപത്രിയിൽ ചെന്നു. അത്ഭുതം എന്ന് പറയാൻ, ബ്ലഡ് എടുത്തു, പക്ഷേ കൊടുക്കേണ്ടതായിട്ട് വന്നില്ല. അങ്കിള് പിറ്റേ ദിവസം പറഞ്ഞൊരു ഡയലോഗുണ്ട്, അച്ഛൻ ബ്ലഡ് കൊടുക്കാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സിരകളിൽ വീര്യം കൂടി. ഉള്ളിൽ പ്രത്യേക ഡയലോഗാണ്. ഞാൻ മാൻപേടയെ പോലെ ചാടി എഴുന്നേറ്റ് കുതിച്ചു ചാടുകയായിരുന്നു. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എങ്കിൽ പറയാനുള്ള ഒരു സമയമല്ല, അവസരമല്ല ഇത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സ്നേഹം നാം അങ്കിളിൽ നിന്ന് പ്രാപിച്ചിട്ടുണ്ട്. വീട്ടില് ആര് കടന്നു വരുന്നതും വളരെ സന്തോഷത്തോടെ കണ്ടിരുന്നു അങ്കിള്. എല്ലാവരും വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു, പ്രത്യേകിച്ച് തൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് ഫോൺ ചെയ്യുമായിരുന്നു, നീ എവിടെയാണ്, നീ ഇവിടെ വരണം എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരെയൊക്കെ വിളിച്ച് അല്പം കുശലമൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുന്ന ഒരു സ്വഭാവം. എന്തെങ്കിലും ആ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എടി ഇടുക്കടി എന്ന് പറഞ്ഞുകൊണ്ട്
അതില്ലാത്തതാണെങ്കിൽ പോലും ഉണ്ടാക്കി കൊണ്ടുവന്ന് കൈകളിൽ വെക്കുന്ന ഒരു മനോഭാവം. അങ്ങനെ നമുക്കറിയാം, വീടിന്റെ പുറകിലായിട്ട് ഇച്ചിരി പറമ്പുണ്ട്, ഇവിടെ മാങ്ങയുണ്ട്, മാവുണ്ട്, മാങ്ങയുണ്ട്. പച്ച പറയുകയായിരുന്നു, എപ്പോഴും ആ മാവില് മാങ്ങ കായ്ക്കുന്നു, അത് വിളയുന്നു, അപ്പോൾ ഫോൺ ചെയ്യും, അച്ഛാ വേണം, മാങ്ങ റെഡിയായി, പറിച്ചുകൊണ്ട് പോകണം, ഇല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരെ കയറി പറിച്ചുകൊണ്ട് പോകും. സിസ്റ്റേഴ്സ് വീട്ടിൽ വന്നാൽ വലിയ ഇഷ്ടമാണ്. അവരോട് പഴയ കഥകളിലൂടെ പറയും, എങ്ങനെയാണ് തുടക്കം, എങ്ങനെയായിരുന്നു കഷ്ടപ്പാടിലൂടെ ഇവിടെ ഈ കൂട്ടായ്മ ഉണ്ടാക്കിയത്, ദേവാലയം ഉണ്ടാക്കിയത്, തന്റെ അധ്വാനം, ഇതൊക്കെയും അങ്ങള് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുകയായിരുന്നു അങ്ങളുടെ അന്ത്യം ഒരുപക്ഷെ ബോംബെയിലായിരുന്നു, ഭോപ്പാലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ ബോംബെയിലുണ്ട്, എയർപോർട്ടിലായിരുന്നു. ജോസഫിനെ വിളിച്ചു പറഞ്ഞു, അച്ഛാ അങ്ങളുടെ സ്ഥിതി മോശമാണ്, ഞാൻ ബോർഡിംഗ് പാസ് എടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ വരട്ടെ? ജോസ് പറഞ്ഞു, വേണ്ട അച്ഛാ, പ്രാർത്ഥിച്ചാൽ മതി. എൻ്റെ മനസ്സിൽ പോകണം എന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ പോയാൽ അങ്കിൾ മരിക്കില്ല. ആ സമയം നമുക്ക് ആർക്കും തടയുവാൻ സാധിക്കില്ല, ദൈവം നിശ്ചയിക്കുന്നതാണ്. വിളിക്കുന്ന സമയത്ത് നമുക്ക് കടന്നുപോയ മതിയാവുകയുള്ളൂ. അങ്ങനെ ദൈവം വിളിച്ചു. ഞാൻ എയർപോർട്ടിൽ ബോർഡിംഗ് പാസ് എൻ്റെ തലയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇനി ഞങ്ങൾ കഷ്ടപ്പെടരുത്. കാരണം ഒത്തിരി തവണ ചത്ത് ജീവിച്ചതാണ്. ഇനിയും അങ്ങൾ കഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ അത് കുടുംബത്തിലുള്ളവർക്ക് ആന്റിക്കൊക്കെ ശുശ്രൂഷിക്കാൻ സന്തോഷമായി പോലും ഒരു ബുദ്ധിമുട്ടാവും മാനുഷികമായ രീതിയിൽ. ഞാൻ ആഗ്രഹിച്ചു അങ്ങളുടെ മരണം. അതുകൊണ്ടുമല്ല, നമുക്കീ ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ഭാഗ്യമോടെ, കൃത്യം പറഞ്ഞാൽ ജീവിതത്തിൽ 3 വട്ടം ഈ അന്തിമോദാശ സ്വീകരിച്ച് കടന്നു പോകാനുള്ള ഒരു ഭാഗ്യം തോമസിന് ലഭിച്ചു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. നിങ്ങൾ കടന്നു പോകുമ്പോൾ മൗനമായ ഭാഷയിൽ നമ്മൾ പറയുന്നത്, മക്കളെ നിങ്ങൾ നോക്കുക, എന്നെ ഏൽപ്പിച്ചിരുന്ന കുടുംബത്തെ ഞാൻ വേണ്ട രീതിയിൽ വളർത്തി. എൻ്റെ സഹധർമ്മിണിയുടെ കാര്യങ്ങൾ ഞാൻ നോക്കി. എന്നെ ഏൽപ്പിച്ചിരുന്ന ദേവാലയം ഉണ്ടായിരുന്ന കാര്യമൊക്കെ ഞാൻ തീക്ഷ്ണതയോടെ ചെയ്തു. എനിക്ക് ദൈവം തന്ന മക്കളെയൊക്കെ വളർത്തി നല്ല സ്ഥാനത്തൊക്കെ ആക്കി. കൊച്ചുമക്കളൊക്കെ കണ്ടുകൊണ്ട് സന്തോഷിപ്പാനായിട്ടും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനൊക്കെ സാധിച്ചു. ദേവാലയത്തിന്റെ കാര്യത്തിൽ തികഞ്ഞ തീക്ഷ്ണതയോടുകൂടി എല്ലാം നോക്കി നടത്തുവാൻ ആരോഗ്യത്തോടെ അങ്ങളോട് നടന്നു. അവസാന കാലഘട്ടത്തിൽ ആരോഗ്യം അല്പം നഷ്ടപ്പെട്ടപ്പോൾ അതിൽ നിന്ന് അല്പം പിന്നോട്ട് നിൽക്കേണ്ടതായിട്ട് വന്നു. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്, ഏത് വിശേഷ ദിവസമാണെങ്കിലും ജോസിന്റെ മൊബൈൽ നമ്പറിൽ എനിക്ക് ഫോൺ വരും. ജോസിനാണ് ഫീഡ് ചെയ്തിരിക്കുന്നത്, പക്ഷേ സംസാരിക്കുന്നത് അങ്ങളായിരിക്കും. നിങ്ങൾ ചോദിക്കുന്ന ഒരു ഡയലോഗുണ്ട്, അച്ഛൻ ഈ വലിയ ദിവസത്തിൽ ഞങ്ങളെ മറന്നു. അച്ഛാ ഈ വലിയ ദിവസത്തിൽ ഞങ്ങളെ അങ്ങ് മറന്നു. ഞാൻ പറയും, അങ്ങളെ അങ്ങനെ മറക്കാൻ പറ്റും? അതറിയാം, അച്ഛൻ മറക്കില്ല. എങ്കിലും ഞങ്ങൾക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ്. ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് വിഷി, ഈസ്റ്റർ ആണെങ്കിൽ ഈസ്റ്റർ വിഷി. ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല എന്നെ മറന്നു എന്നൊരു ചോദ്യം. ഞാൻ എന്നെ എന്നൊരു വാക്ക് അങ്ങിൽ നിന്ന് വളരെ കുറച്ച് വരാറുണ്ട്. ഞങ്ങളെ എന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കാനും അവരെ കൂടി തന്റെ പ്രാർത്ഥനയിലും തന്റെ വിശദാന്വേഷണത്തിലും തന്റെ ആശംസകൾ അറിയിക്കുമ്പോഴും ഉൾപ്പെടുത്തുവാനും എന്നും അങ്കിളെ ശ്രദ്ധിച്ചു. പറഞ്ഞാൽ കുടുംബത്തോട് ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് അവരെ കൂടി എന്നും ജീവിതത്തിന്റെ ഭാഗമാക്കി കണ്ടുകൊണ്ട് അങ്കിൾ പ്രവർത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെയുള്ളവരെല്ലാം കടന്നുപോയിരിക്കുന്നത്. ഈ ദേവാലയ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വന്നപ്പോൾ മുതൽ കേൾക്കുന്ന ഒരു ഡയലോഗാണ് ഈ പള്ളിയിലെ സീനിയർ മോസ്റ്റ് അംഗം. ഞാൻ എന്ന് ഇവിടെ കാലഘട്ടത്തിയോ അന്ന് മുതൽ സീനിയർ മോസ്റ്റ് അംഗം എന്ന പേരിൽ അറിയപ്പെടുന്നത് തോമസിനാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സീനിയർ മോസ്റ്റ് അംഗമാണ്. ഞങ്ങൾ ഇനിയും ജീവനോടുകൂടി നമ്മോടൊപ്പം ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സീനിയോറിറ്റി ജൂനിയോറിറ്റി ആയിട്ട് സ്വർഗത്തിൽ കുറിക്കുകയാണ്.
ഈ ദിവസം മുതൽ അങ്ങ് സ്വർഗത്തിൽ പ്രവർത്തിക്കുന്നു. പക്ഷേ നാം കർത്താവിന്റെ ജനത്തിന്റെ വലിയ സന്തോഷമൊക്കെയും പങ്കുവച്ചു. നാം പുതുവത്സരത്തിന്റെ ആശംസകൾ നമ്മൾ പറഞ്ഞു തീർന്നിട്ടില്ല. ഈ ഒരു അവസരത്തിൽ നമുക്കൊക്കെയും ദുഃഖം പ്രദാനം ചെയ്തുകൊണ്ട് അങ്ങ് കടന്നു പോകുന്നു. എന്നാൽ അങ്ങ് ഓർമ്മമായ ഭാഷയോട് പറയുന്നത്, മകളെ നിങ്ങൾ വിഷമിക്കുകയല്ല, നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കണം. നമ്മെ യേശുദാൻ പഠിപ്പിച്ചത് അതാണ്, പ്രത്യാശയോടുകൂടി ആയിരിക്കുക എന്നുള്ളത്. ഞാൻ അനേക രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ ഞാൻ പോയി ജീവിച്ചിട്ടുണ്ട്. എനിക്ക് സ്വന്തമായിട്ട് അമേരിക്കൻ ഗ്രീൻ കാർഡുണ്ട്. എനിക്ക് ധാരാളം പണമുണ്ട്, എനിക്ക് വസ്തുവകകളുണ്ട്, മക്കളുണ്ട്. എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ദൈവിക മൂല്യങ്ങൾ കൈവരായിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ മരണത്തോടൊപ്പം അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നത് ഈ ദൈവിക മൂല്യങ്ങളാണ്, താൻ ചെയ്ത പുണ്യപ്രവൃത്തികൾ മാത്രമാണ്. അതുകൊണ്ട് അങ്ങനെ ഈ നിശ്ചിത ഭാവം നമ്മെ ഓതുന്നത് പഠിപ്പിക്കുന്നതാണ്. മകളെ, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് കടന്നു പോകുവാനായിട്ട്, ഞാൻ കടന്നു വന്ന പാതയിലൂടെ തന്നെ മുന്നേറുവാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ ചെയ്തതുപോലെ GHയിൽ സേവനം കാഴ്ചവെക്കുമ്പോൾ തന്റെ കൂട്ടുകാരോട് എപ്രകാരം സ്നേഹം പങ്കുവച്ചു. കൂട്ടുകാരൊക്കെ എപ്പോഴും കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് പരിശ്രമിച്ചു. അവസ്ഥയോടും ആർത്തോടും വിരാളങ്ങളോടും കരുണ കാണിച്ചു. അപ്രകാരം കാണിക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. എങ്കിൽ മാത്രമേ അങ്ങിൽ പഠിപ്പിച്ച ഈ വലിയ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അഭ്യസിച്ചു കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. അങ്ങനെ സാധിച്ചെങ്കിൽ മാത്രമേ അങ്ങിനെ നമുക്ക് സന്തോഷിപ്പിക്കുവാനായിട്ട് ഇടയാവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങളുടെ ഈ മരണം തീർച്ചയായിട്ടും ആന്റിക്കും മക്കൾക്കും തീർച്ചയായിട്ടും മരുമക്കൾക്കും ഒക്കെയും വേദന പ്രദാനം ചെയ്യുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ്. വാക്കുകളേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിന്റെ ശാശ്വതമായ സമാധാനമാണ് നിറയേണ്ടതായിട്ടുള്ളത്. ദൈവത്തിന്റെ സമാധാനമാണ് നിറയട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കുടുംബങ്ങളൊക്കെയും കർത്താവിന്റെ പരിശുദ്ധാത്മാവിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തെ സമാധാനം വന്നു നിറയട്ടെ. അങ്ങളുടെ മരണം മൂലമുണ്ടായ ഈ വിടവിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതലായി വന്നു നിറഞ്ഞ് അവരുടെ സമാശ്വാസമേക്കുവാൻ, അവർക്ക് കൈത്താങ്ങാക്കുവാൻ, ശക്തിയേക്കുവാൻ ഇടയാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും, പ്രത്യേകിച്ച് സെലോസ് മലകരകളുടെ പേരിലും ഭോപ്പാലിലെ എക്യൂണിക്കൽ സെന്ററുടെ പേരിലുമുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങൾ നമ്മുടെ ഇവിടെയുള്ള മലങ്കര കത്തോലിക്ക സ്ഥാപനങ്ങൾക്ക് ചെയ്ത സേവനത്തെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയാണ്. സ്ഥാപനങ്ങൾ വളരുവാനായിട്ട് ലക്ഷ്യം പരിശ്രമിച്ചു. പ്രാർത്ഥനയ്ക്ക് എപ്പോഴുണ്ടായാലും നമ്മുടെ സ്ഥാപനത്തിന്റെ വളർച്ചയും പ്രോഗ്രസ് കാർഡ് അത് ചോദിക്കുമായിരുന്നു. അത്രമാത്രം തീക്ഷ്ണത ഞങ്ങൾ കാണിച്ചു. ഇപ്രകാരം ഒരു വ്യക്തിത്വമാണ് നമ്മൾ പോയിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിലേക്ക് നമ്മൾ സമർപ്പിക്കാം. ഈ ലോകത്തിൽ തന്റെ കുടുംബജീവിതം നയിക്കുന്ന വേളയിൽ ഏതെങ്കിലും തരത്തിൽ പാപസാഹചര്യത്തിൽ വിട്ടുപോകുവാനായിട്ടുണ്ടെങ്കിൽ തമ്പരാനെ എറണാകുളത്തിൽ അടിക്കൊടുപ്പാക്കി ശുദ്ധമാനോടും ശുദ്ധികളോടുകൂടെ അവിടുത്തെ തിരുമുഖം ദർശിക്കുവാനായിട്ട് ഞങ്ങൾ പ്രിയപ്പെട്ട അങ്കിളിനെ ഇടയാക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയുടെ ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാൻ എഴുതുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എല്ലാവരും ഭംഗിയായിരുന്ന സകലപൂർവ്വം ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കുറേതായ സോമെന്ന് മറുപടി പറയണം. ഞങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. മനുഷ്യർ മരിക്കുന്നതും പരിതപിക്കണമെന്ന് ജ്ഞാനസമ്പൂർണമായ മനുഷ്യാവതാരകാലത്ത് കൽപ്പിച്ച് ക്രമീകരിച്ചവനായ
ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. സ്വതന്ത്രമാക്കി രക്ഷിച്ചവനായ കർത്താവേ, ദുഷ്ടന്മാരാത്മാക്കളെ പിടികൂടുവാനായി അന്തരീക്ഷത്തിൽ പതിയിരിക്കുന്നവരിൽ നിന്ന് ഈ ഞങ്ങളെ സഹോദരന്റെ ആത്മാവിനെ നീ രക്ഷിച്ച് സ്വർഗീയ എത്തിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സകല വിശുദ്ധന്മാരോടും ചേർന്നിനെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം സന്തോഷകരമായ ഉയർപ്പിന്റെ ശോഭയുള്ള ലക്ഷ്മികളാൽ ഞങ്ങൾ എല്ലാവരുടെയും ആത്മാക്കളെ പ്രസൂപിക്കണമേ. നാം 3 പ്രാവശ്യം കുറിയലായിസോൻ എന്ന് ചൊല്ലണം. കുറിയലായിസോൻ, കുറിയലായിസോൻ, കുറിയലായിസോൻ. ശുശ്രൂഷകൾ ഇവിടെ പൂർത്തിയാവുകയാണ്. ഇപ്പോൾ മൃതശരീരം സെമിത്തേരിയിലേക്ക് സംഭവിക്കുകയാണ്. ക്രമീകരിച്ചിരിക്കുന്ന പ്രത്യേകമായ ക്രമീകരണം എല്ലാവരും ഉപയോഗിച്ചുകൊണ്ട് സെമിത്തേരിലെ പ്രാർത്ഥനയിലും ശവസംസ്കാരത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ശുശ്രൂഷ വന്ന് സംബന്ധിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. ബഹുമാനപ്പെട്ട വലിയ ശ്രേഷ്ഠർ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബഹുമാന്യ ജനങ്ങൾക്കും കർത്തൃനാമത്തിൽ എൻ്റെ സ്നേഹം. അമ്മയുടെ ജ്യേഷ്ഠത്തിയുടെ മകളാണ് ഞാൻ. 1973 ഡിസംബർ 3-ാം തീയതി പവൻ കാരണമാണ് ഞാൻ ഭോപ്പാലിൽ കാലുകുത്തിയത്. അന്ന് 4 കുഞ്ഞുങ്ങൾ കോൺവെന്റിൽ പഠിക്കുന്ന സമയത്ത് വളരെ കഷ്ടപ്പാട് സമയത്ത് എന്നെ കൂടെ ഉൾക്കൊണ്ട് ആ പ്രയാസത്തിൽ വലിയ കാര്യം സാധിച്ച് ഭോപ്പാലിന്റെ പ്രദേശത്ത് 37 വർഷം ഇതിന്റെ കൂടെ ജോലി ചെയ്യുവാൻ എനിക്ക് സഹായിച്ചു പാപ്പന്റെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ്. പാപ്പൻ ഈ സമയത്ത് ഞാൻ നാട്ടിലായിരുന്നു. ഇന്നാണ് ഞാൻ വന്നത്. പാപ്പനെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്നെ കാണുന്നത് ഒത്തിരി സന്തോഷമായിരുന്നു. ബോംബെയിൽ എൻ്റെ മകളുള്ളത് കൊണ്ട് ഞാൻ കൂടെ ബോംബെ പോകും. എപ്പോഴും മാട്ടിലേക്ക് പോകും, കാണും. കഴിഞ്ഞ മാസം പോയി 1 മണിക്കൂർ എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് എന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് ദൈവമേ ജീവിതത്തിൽ മറക്കാൻ കാര്യമാണ്. പാപ്പൻ്റെ എന്തോ ഒരു പ്രയാസ കാലഘട്ടം. ഞങ്ങൾ 6 മക്കളായി എൻ്റെ വീട്ടിലും അന്ന് വളരെ പ്രയാസമാണ്. പാപ്പൻ കാരണം എനിക്ക് ഇവിടെ വരാൻ പറ്റി. എൻ്റെ അനിയത്തി പി ആൻറ്റി ഞാൻ കാരണം പാപ്പൻ കാരണം വന്നു. ജോലി എല്ലാവരും അനുഗ്രഹിക്കപ്പെടുക. ജോയിച്ചാലും അറിയാം, ജോയിച്ചാലും കൂടെ ആദ്യം ഞാൻ വരുന്നത്. അങ്ങനെ പാപ്പനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനുണ്ട്. അമ്മമ്മയാണെങ്കിൽ ഓഫീസിൽ നിന്ന് ഞാൻ വരുമ്പോഴും പിള്ളേർക്ക് പാത്ത് വെച്ച് കൂട്ടാനും എല്ലാം എനിക്ക് വൈകിട്ട് വരുമ്പോൾ നാട്ടിൽ നിന്ന് വന്നതല്ലേ വിശപ്പ് ചോറും കൂട്ടാനും എല്ലാം തന്ന് എൻ്റെ ജീവിതത്തിലെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണവും പാപ്പനും അമ്മയും വന്നു. ഈ സമയത്ത് പറഞ്ഞുകൊണ്ട് പാപ്പന്റെ പാത്തികളെല്ലാം സമർപ്പിച്ചു. I thank my God for the life of my father. He has been a blessing to many people. Throughout his life, he put other people in front of his life. He took the discomfort many a times to make others' life more comfortable, more peaceful. I still remember when I was in elementary school, people who needed blood transfusion, O negative, as such and such, is very hard to find. And whenever anybody needed
O negative. I remember he used to volunteer to give the blood transfusion. I still remember one of his friends who had end-stage kidney disease. Both his kidneys had failed, and he had volunteered to donate one of his kidneys while I was in elementary school. My younger ones were very little, and he had this big heart to donate one of his kidneys to one of his friends who was almost going to die. But before he could donate the kidney, his friend passed away. That was the heart of my father. Always, no matter, even if he had to take some trouble, he will go through that to make sure that he can bring a smile on somebody else's face. I thank my God that he gave me such a wonderful dad. I'm blessed to be his daughter. I pray that the Lord will enable me to be a blessing to others as he was a blessing to others. I thank one and all for being here to support us, to console us while we are going through this hard time. Thank you, Achin. Thank you. സ്നേഹത്ത് ഇവിടേക്ക് വന്ന ക്രീം ഷെയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ജ്യേഷ്ഠമകൾക്കും സ്വന്തം മകൾക്കും സാധിച്ചവർ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഇപ്പോഴ് ദേവാലയത്തിൻ്റെ പേരിലുള്ള റീത്ത് സമർപ്പിക്കാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ്. എസ് ടി സെക്രട്ടറി സംയുക്തമായിട്ട് വന്ന് ഇപ്പോഴ് ഭോപ്പാൽ സെൻറ് തോമസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ റീത്ത് സമർപ്പിക്കും. അതിനുശേഷം ശരീരം സ്ഥലത്തിലേക്ക് യോഗത്തിൻ്റെ ട്രസ്റ്റി തോമസ് ചെറിയ സെക്രട്ടറി മിസ് ഹാറ്റി എന്നിവരും ചേർന്നാണ് പുഷ്പസക്രമം സമർപ്പിച്ചത്. ഇവിടെ നമുക്ക് ശരീരം സ്ഥലത്തിലേക്ക് എടുക്കാവുന്നതാണ്. വത്സരരേ ദൂര തെന്നേരോവിൽക്കുന്നോ അരികിൽ വരും സ്ലോമോ തരുവിൻ പ്രാർത്ഥിച്ചി